എക്സിറ്റ് പോളുകളെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. അമിത്ഷാ എല്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരെയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കളക്ടർമാരിൽ 150ഓളം പേരെ നേരിട്ട് ഫോണിൽ വിളിച്ചുവെന്ന് ഇപ്പോഴത്തെ എക്സിൽ കുറിച്ചത് ജയറാം രമേശാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് നൽകുകയുണ്ടായി. ഒപ്പം കെ.സി. വേണുഗോപാലും ഈ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് കടുത്ത ആക്ഷേപവുമായി രംഗത്ത് വരികയുണ്ടായി. അവസാനഘട്ടം തെരഞ്ഞെടുപ്പും പൂർത്തിയായി കഴിഞ്ഞ ദിവസമാണ് എക്സിറ്റ് പോളുകൾ വൈകുന്നേരം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ആ എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ വളരെ സമാനമായ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റഡ് സീറ്റ് നിലയാണ് BJPക്കും ഇന്ത്യ ബ്ലോക്കിനുമൊക്കെ എല്ലാവരും പ്രഖ്യാപിച്ചത്. ചില സ്ഥലങ്ങളിലൊക്കെ അത് അത്ഭുതമുണ്ടാക്കി, ചില സ്ഥലങ്ങളിലൊക്കെ അത് ആശ്ചര്യമുണ്ടാക്കി, ചില സ്ഥലങ്ങളിലൊക്കെ ആഹ്ലാദവും നിരാശയുമൊക്കെ ഉണ്ടായി എന്നതാണ് സത്യം. ഏതായാലും ഞാനതിനെ കാണുന്നത് ആ എക്സിറ്റ് പോളുകൾ ഒരു ദിശ നൽകുന്നു എന്ന് പറയുന്ന അർത്ഥത്തിൽ അതിൽ ടോട്ടലായൊരു ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിനപ്പുറത്ത് അതിൻ്റെ സീറ്റിൻ്റെ എണ്ണവും നിലയുമൊക്കെ ഈ വോട്ട് ചെയ്ത ആകെ മനുഷ്യരുടെയുമൊക്കെ കണക്കുകളും അവർ പതിപ്പിച്ച കൈകളിലുമാണ്. ഇത് വോട്ടെണ്ണലല്ലല്ലോ, മനുഷ്യൻ ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രഡിക്ഷനാണല്ലോ. ഏതായാലും ഈ എക്സിറ്റ് പോൾ രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായത്, വലിയ ആവേശത്തിൽ നിന്ന ഇന്ത്യ ബ്ലോക്കാണ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ പുറത്തുവിടുമ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ എക്സിറ്റ് പോളുകാരുടെ ആ വിവരങ്ങളെ ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തുകയും എല്ലാ വർക്കേഴ്സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് എക്സിറ്റ് പോളുകളുടെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ജയറാം രമേശ് ഒരു കടന്നാക്രമണം നടത്തി. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഈ വോട്ടെണ്ണൽ നാളെ മറ്റന്നാൾ നടക്കാനിരിക്കെ ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ 150ഓളം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരെ, അതായത് ജില്ലാ കളക്ടർമാരെ ഫോണിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. അതെന്തിനാണ് വിളിക്കുന്നതെന്നും അവർ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർമാരല്ലേ എന്നും ആ വിളി തന്നെ ദുരൂഹമാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇലക്ഷൻ കമ്മീഷൻ പണ്ടുണ്ടായിരുന്ന ഹേറ്റ് സ്പീച്ച് പോലെയൊന്നുമല്ല, വളരെ പെട്ടെന്ന് രംഗത്തെത്തി അവർ ജയറാം രമേശിന് കത്ത് കൊടുത്തു. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഏതായാലും അതവിടെ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ദേ ഇങ്ങനെയാണ്. എക്സിറ്റ് പോളുകൾ ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. അവർക്ക് വേണ്ടി തയ്യാറാക്കി അവർ ഡിസൈൻ ചെയ്ത് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു എക്സിറ്റ് പോളായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. ഇത് ഓരോ സംസ്ഥാനം എടുത്തു നോക്കിയാൽ, ഞങ്ങളിപ്പോൾ രാവിലെ എല്ലാ PCC പ്രസിഡന്റുമാരുമായിട്ടും CLP ലീഡർമാരുമായിട്ടും മുഖ്യമന്ത്രിമാരുമായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ടും മുഴുവൻ സ്ഥാനാർത്ഥികളുമായിട്ടും ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ബഹുമാന്യായ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധി നടത്തുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് വിശ്വസിക്കാൻ പോലും വയ്യാത്ത ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു അന്തരീക്ഷം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇത് ബോധപൂർവം ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത്. 3 സീറ്റ് കേരളത്തിൽ ബിജെപിക്ക് അതാ പറയുന്നത്. 3 സീറ്റ് മാത്രമല്ല, വോട്ടിംഗ് പെർസെന്റേജ് എത്രയാ? 27%. ഞാൻ പണ്ടാരോ പറഞ്ഞു കേട്ടിരുന്നു, നേരത്തെ പറഞ്ഞു കേട്ടതാണ്. BJPയുടെ ഒരു ഇന്റേണൽ മീറ്റിംഗ് ഒരു സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എന്നാ കേട്ടത്. പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളൊരു പെർസെപ്ഷൻ ഉണ്ടാക്കിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇതിങ്ങനെ പറഞ്ഞതായിട്ട്, അവിടെ പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിംഗ് പറഞ്ഞതായിട്ടാണ്. അപ്പൊ ഇതേ ഒരു ജനാധിപത്യത്തിൽ കേട്ടുകളില്ലാത്ത രീതിയിലാണ് ഈ എക്സിറ്റ് പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? കർണാടകത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് മിനിമം കിട്ടാവുന്ന സീറ്റുകളുടെ നമ്പർ ഞങ്ങൾക്കറിയാം. അതുപോലെ നൽകാതെയുള്ള ഇതാണ്. അങ്ങനെ ഒരു നേട്ടം ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ കോൺഗ്രസ് ആണെന്നാണ് CPM. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകം എന്നല്ലാതെ ഞാൻ പറയാല. അവര് പറയുന്ന അങ്ങനെ നേട്ടം, ഞങ്ങൾ പറയുന്ന നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ നേട്ടം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതൊരു ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടുള്ള നേട്ടമായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആർക്ക്? ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കുറച്ചിട്ടില്ല. ഞങ്ങൾ എക്സിറ്റ് പോളുകളിലല്ല വിശ്വസിക്കുന്നത്, ജനങ്ങൾ യഥാർത്ഥ പോളിലാണല്ലോ വിശ്വസിക്കുന്നത്. AK ബാലൻ പറഞ്ഞത് വടകരയിൽ RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ
തോൽക്കുന്നതിന് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കാൻ എന്തൊക്കെയൊക്കെ പറയേണ്ടി വരും, അത് അവർ പറയട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ ഒരു പാർട്ണർ എന്ന നിലയിൽ അതിനിപ്പം കൂടുതൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ, അത് കഴിഞ്ഞ് വിശദമായ ചർച്ചകൾ ഉണ്ടാവുമല്ലോ, ഓരോന്നിനും വിശകലനം ഉണ്ടാവുമല്ലോ. ഏതോ പാർട്ടിക്ക് എത്ര വോട്ടിട്ട് വടകര മാത്രമല്ലോ, കേരളത്തിൽ 20 മണ്ഡലം ഉണ്ടല്ലോ. ഓരോ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടുകൾ എങ്ങനെയാണ്, ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ എങ്ങനെ വരും, അത് എങ്ങനെയാണ് വരുന്നത് നോക്കട്ടെ. ഈ വോട്ടെണ്ണൽ അട്ടിമറിക്കാനായി ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ നടക്കുമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇപ്പൊ ആഭ്യന്തരമന്ത്രി 150 ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി സംസാരിച്ചു. എന്താണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലായില്ല. ആഭ്യന്തരമന്ത്രി എന്തിനാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ പോളിംഗ് ഓഫ് ഡിസ്ട്രിക്ട് DROമാരാണ്, റിട്ടേണിംഗ് ഓഫീസേഴ്സാണ്. അവരെ വിളിക്കാൻ ആഭ്യന്തരമന്ത്രി വിളിക്കാൻ എന്താ കാരണം? ഒന്നും വ്യക്തമല്ല. അവ്യക്തതയും ഒരുപാട് ദുരൂഹത ഇതിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലെയും അതിലെ അധ്യക്ഷന്മാരുമായും ഈ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡേഴ്സായും മുഖ്യമന്ത്രിമാരുമായും സ്ഥാനാർത്ഥികളുമായും വരെ സംസാരിച്ചു. ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു സംഗതിയാണ്. ഇത് ഇങ്ങനെയാണ് വരാൻ പോകുന്നതെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു എക്സിറ്റ് പോളാണിതെന്നും അങ്ങനെയാണെങ്കിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. ഏതായാലും 4-ാം തീയതി അന്തിമ ചിത്രം വ്യക്തമാകുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നേക്കാം, നിയമപരമായ പ്രക്രിയകൾ ഉണ്ടായേക്കാം. കാരണം ഇത്തവണ സുപ്രീം കോടതി ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഒരു നിശ്ചിത ശതമാനം വോട്ട് സ്ഥാനാർത്ഥികൾക്കോ 1, 2, 3 സ്ഥാനത്തെത്തുന്നവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ കാശടച്ചാൽ അതിലെ VVPAT എണ്ണണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അത് 40 ദിവസത്തിനകം നടക്കണമെന്നും ഒക്കെയാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും നോക്കാം എന്താണ് അതിൻ്റെ അന്തിമ ഫലമെന്ന്.